ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു ലെബനനിലെ ഹിസ്ബുള്ളയിൽ നിന്ന് IDF പിടിച്ചെടുത്ത വൻ ആയുധ ശേഖരം നേരിൽ കാണുന്നതിനാണ് ലെബനൻ അതിർത്തി കടന്ന് ബെഞ്ചമിൻ നെതന്യാഹു എത്തിയത്. പ്രത്യേകം തയ്യാറാക്കിയ ഭൂഗർഭ അറയിൽ ടൺ കണക്കിന് ആയുധങ്ങളാണ് IDF പ്രദർശിപ്പിച്ചത്. ഈ ആയുധങ്ങളെല്ലാം 49-50 ദിവസം നീണ്ട യുദ്ധത്തിനിടയിൽ ഹിസ്ബുള്ളയിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങളായിരുന്നു. 10,000-ലധികം വിവിധ ആയുധ ഉപകരണങ്ങളാണ് ഹിസ്ബുള്ളയിൽ നിന്നും ഇസ്രായേലി സേന പിടികൂടിയത്. അതിൽ ആധുനിക സ്നൈപ്പർ ഗണ്ണുകൾ ഉൾപ്പെടുന്നു, ആധുനിക മെഷീൻ ഗണ്ണുകൾ ഉൾപ്പെടുന്നു, റോക്കറ്റ് ലോഞ്ചറുകൾ, മിസൈലുകൾ, മറ്റ് നിരവധി സ്ഫോടക വസ്തുക്കൾ, ബോംബുകൾ, ഗ്രനേഡുകൾ അടക്കമുള്ള നിരവധി ആയുധങ്ങളാണ് ഇസ്രായേലി സേന ഹിസ്ബുള്ളയുടെ കയ്യിൽ നിന്നും കഴിഞ്ഞ കാലങ്ങളിൽ പിടിച്ചെടുത്തത്. ഇസ്രായേലി സേനയുടെ കനത്ത ആക്രമണം 50 ദിവസക്കാലം നീണ്ട യുദ്ധത്തിനിടയിൽ ലെബനനിൽ ഉടനീളം ഉണ്ടായിരുന്നു. ഏറ്റവും ആധുനികമായ ആയുധശേഖരം ഉണ്ടായിരുന്ന ഒരു ഇസ്ലാമിക ഭീകര സംഘടനയായിരുന്നു ഹിസ്ബുള്ള. ഇറാനായിരുന്നു ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങളെല്ലാം സപ്ലൈ ചെയ്തിരുന്നത്. ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ സിറിയയിലേക്ക് എത്തുന്നു. സിറിയയിൽ നിന്ന് ലെബനൻ അതിർത്തി കടന്ന് ആ ആയുധങ്ങൾ ഹിസ്ബുള്ളയുടെ പക്കലേക്ക് എത്തുന്നു. അങ്ങനെ യഥേഷ്ടം യാതൊരു മറയുമില്ലാതെ യാതൊരു തടസ്സവുമില്ലാതെ ആയുധങ്ങൾ കൃത്യമായി എത്തിയ ഒരു ഭീകര സംഘടനയായിരുന്നു ഹിസ്ബുള്ള. എന്നാൽ ഇസ്രായേലുമായുള്ള യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഹിസ്ബുള്ളയുടെ കഷ്ടകാലം തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരത്തെക്കുറിച്ച് വളരെ കൃത്യമായ മുന്നറിയിപ്പ് ഇസ്രായേലിനുണ്ടായിരുന്നു. അതായത് ഹിസ്ബുള്ളയുമായി ആക്രമണം നടക്കുന്നതിനും യുദ്ധം തുടങ്ങുന്നതിനും മുമ്പ് തന്നെ കൃത്യം 1 വർഷത്തിലധികമായി ഹിസ്ബുള്ളയുടെ എല്ലാ ആയുധ കേന്ദ്രങ്ങളെക്കുറിച്ചും ഹിസ്ബുള്ളയുടെ പ്രവർത്തന കേന്ദ്രങ്ങളെക്കുറിച്ചും ഹിസ്ബുള്ളയുടെ കമാൻഡിംഗ് സംവിധാനത്തെക്കുറിച്ചും നേതാക്കന്മാരുടെ താമസ ഇടങ്ങളെക്കുറിച്ചും നേതാക്കന്മാരുടെ സഞ്ചാര പാതകളെക്കുറിച്ചുമൊക്കെ കൃത്യമായൊരു വിവരം മൊസാദ് തയ്യാറാക്കിയിരുന്നു. മൊസാദിൻ്റെ ചാരന്മാർ 1 വർഷക്കാലം ഹിസ്ബുള്ളയുടെ വേഷം ധരിച്ച് ഹിസ്ബുള്ള ഭീകരന്മാരായി ലെബനനിൽ തങ്ങിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഹിസ്ബുള്ളയുമായുള്ള യുദ്ധം ഇസ്രായേൽ ആരംഭിച്ചതിന് പിന്നാലെ ഇസ്രായേൽ ആദ്യം ചെയ്തത് ഹിസ്ബുള്ളയുടെ മസ്തകത്തിൽ തന്നെ അടിക്കുക എന്നുള്ളതാണ്. അതായത് ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരങ്ങളെയായിരുന്നു ആദ്യം ഇസ്രായേലി സേന ലക്ഷ്യം വെച്ചത്. ഹിസ്ബുള്ളയുടെ ആയുധ പുരകളെ കത്തിച്ചു. ഹിസ്ബുള്ളയുടെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചു. ഹിസ്ബുള്ളയ്ക്ക് യഥേഷ്ടം സുഗമമായി ആയുധങ്ങൾ വന്നിരുന്ന ആയുധ വിതരണ ശൃംഖലകളെ പൂർണ്ണമായും തകർത്തു. അങ്ങനെ ഹിസ്ബുള്ള എന്ന രാജ്യത്തിൻ്റെ കയ്യിലുള്ള ആയുധങ്ങളെ നശിപ്പിക്കുന്നു, ബാക്കിയുള്ളവ പിടിച്ചെടുക്കുന്നു. പിന്നീട് ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ വരുന്ന വഴികളെല്ലാം തന്നെ പരിപൂർണമായും അടയ്ക്കുന്നു. അങ്ങനെ 4 വശത്തു നിന്നും ഹിസ്ബുള്ളയെ പൂട്ടുകയാണ് ഇസ്രായേൽ ചെയ്തത്. ഇതോടെ ഹിസ്ബുള്ള ഒറ്റപ്പെട്ടൊരവസ്ഥയിലേക്ക് എത്തി. കാരണം ആയുധങ്ങൾ ലഭിക്കാനില്ല. ഉള്ള ആയുധങ്ങളും ആയുധപ്പുരകളും ഒക്കെ തന്നെ ഇസ്രായേലി സേന ബോംബിട്ട് തകർത്തു. പിന്നീടുള്ള ആയുധങ്ങൾ ഇസ്രായേലി സേന കൊള്ളയടിച്ചു. പിന്നീട് ആയുധങ്ങൾ കിട്ടാനുള്ള വഴി എന്നുള്ളത് സിറിയ വഴിയാണ്. ഇറാൻ ആവശ്യത്തിലധികം ആയുധങ്ങൾ നൽകും, എന്നാൽ ഇറാന് ആയുധങ്ങൾ എത്തിക്കാൻ നേരിട്ട് മാർഗമില്ല. അതുകൊണ്ട് സിറിയയാണ് ആയുധ വിതരണത്തിൻ്റെ ഇടനിലക്കാർ. ആ സിറിയ വഴി ആവശ്യത്തിലധികമുള്ള ആയുധങ്ങൾ വരും. ഈ വഴി മനസ്സിലാക്കിയ ഇസ്രായേൽ സേന ലെബനൻ സിറിയ അതിർത്തിയിൽ ആകമാനം കനത്ത ബോംബിംഗ് നടത്തി. ആ അതിർത്തി പൂർണ്ണമായും തകർത്തു. അങ്ങനെ സിറിയയിൽ നിന്ന് ലെബനനിലേക്ക് ആയുധങ്ങൾ വരാനുള്ള പാത പൂർണ്ണമായും അടയ്ക്കപ്പെട്ടു. ഇതോടുകൂടി പ്രതിരോധത്തിലായത് ഹിസ്ബുള്ളയാണ്. പിന്നീട് ഹിസ്ബുള്ള ഈ പിടിച്ചു നിൽക്കാനുള്ള സാഹചര്യങ്ങളില്ലായിരുന്നു. അതിനു മുൻപൊക്കെ ഒരു ദിവസം ശരാശരി 150ഓളം മിസൈലുകളാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ തൊടുത്തുവിടുന്നത്. ലോങ് റേഞ്ച് മിസൈലുകൾ, ഷോർട്ട് റേഞ്ച് മിസൈലുകൾ, അതുപോലെ റോക്കറ്റുകൾ. ഇങ്ങനെ നിരന്തരമായി ഇസ്രായേലിനെ രാവും പകലുമെന്ന് വ്യത്യാസമില്ലാതെ ആക്രമിച്ചു കൊണ്ടിരുന്ന ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ തീർന്നതോടെ ഇസ്രായേലിനെ ആക്രമിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. അതേസമയം ഇസ്രായേലാകട്ടെ തിരിച്ച് ലെബനൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് ബെയ്റൂട്ട് അടക്കമുള്ള കേന്ദ്രങ്ങളിൽ നിരന്തരം ആക്രമണം നടത്തുന്നു. ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നത്. അതായത് ബെയ്റൂട്ടിന് സമീപമുള്ള ഒരു പ്രധാനപ്പെട്ട പട്ടണത്തിൽ പ്രധാന തിരക്കേറിയ റോഡിൻ്റെ വശത്തുള്ള ഒരു ബഹുനില മന്ദിരം, ആ മന്ദിരത്തിൽ ഹിസ്ബുള്ളയുടെ പ്രവർത്തന കേന്ദ്രമാണ്, കമാൻഡ് സെൻ്ററാണ് എന്ന് തിരിച്ചറിഞ്ഞ ഇസ്രായേൽ ആ കെട്ടിടത്തിനെ മാത്രം തകർത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തൊട്ടടുത്തുള്ള കെട്ടിടത്തിന് പോലും ഒരു പോറൽ പോലും ഉണ്ടായില്ല. അങ്ങനെ ആ കെട്ടിടം പൂർണ്ണമായി തകരുകയും അതിലുണ്ടായിരുന്ന ഹിസ്ബുള്ള ഭീകരന്മാർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇങ്ങനെ കൃത്യത ഉള്ളതായിരുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളെല്ലാം തന്നെ. ഇപ്പോഴിതാ ഹിസ്ബുള്ളയിൽ നിന്ന് IDF പിടിച്ചെടുത്ത ആയുധ ശേഖരം
പ്രദർശിപ്പിച്ചിരിക്കുകയാണ് IDF. ആ ആയുധശേഖരം കണ്ടിരിക്കുന്നു ബെഞ്ചമിൻ നെതന്യാഹു. ഹിസ്ബുള്ളയുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത റൈഫിൾ കയ്യിലെടുത്തുകൊണ്ട് പരിശോധിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. 10,000-കണക്കിന് ആയുധങ്ങളാണ് ഹിസ്ബുള്ളയിൽ നിന്നും 50 ദിവസം നീണ്ട യുദ്ധത്തിനിടയിൽ ഇസ്രായേലി സേന പിടിച്ചെടുത്തത്. 10 കണക്കിന് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തു. ഇതോടുകൂടി പ്രതിരോധത്തിലായ ഹിസ്ബുള്ള ഇസ്രായേലിന് മുന്നിൽ കൈകൂപ്പി, നമുക്ക് വെടിനിർത്തൽ ചർച്ച ചെയ്യാം, ഞങ്ങൾ വെടിനിർത്താൻ തയ്യാറാണ്. അങ്ങനെ ഒടുവിൽ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് വഴങ്ങി, അമേരിക്കയുടെ നിർദ്ദേശത്തിന് വഴങ്ങി ഇസ്രായേൽ വെടിനിർത്തലിന് സമ്മതിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.